നമസ്കാരം, എൻ്റെ പേര് സഞ്ജു എം.എസ്. എല്ലാവരെയും ഞാൻ വി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിയുടെ ഒരു പുതിയ മോഡലായി MI10i 5G എന്ന മോഡലാണ്. ഇതൊരു അൺബോക്സിങ് മാത്രമാണ്, ഒരിക്കലും ഒരു യൂസർ റിവ്യൂ അല്ല. യൂസർ റിവ്യൂ ഒരു 1 വീക്ക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതാണ്. അതിന് ഞാൻ അൺബോക്സിങ്ങിലേക്ക് പോവുകയാണ്. പുറമേ ഇതിനൊരു അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ പിന്നിലായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഒന്ന് വായിക്കാം. ആദ്യമേ തന്നെ വരുന്നത് ഇതിന് 108 MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. സിംഗിൾ ക്യാമറയാണ് വരുന്നത് ഫ്രണ്ടിൽ, 16 MB. അതുപോലെ ഇതിൻ്റെ ഒരു 5G ചിപ്സെറ്റാണ്, സ്നാപ്ഡ്രാഗൺ 750 5G ആണ് ചിപ്സെറ്റ് വരുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ ഒരു IPS ഡിസ്പ്ലേ വരുന്നുണ്ട്. 4820 mAh ആണ് ബാറ്ററി വരുന്നത്. ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് 8GB 128 ആണ്. ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ഉണ്ട്, 6GB 128. ഓക്കെ, ഷവോമിയുടെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഒരു സിലിക്കോൺ പൗച്ചും ഇതിൻ്റെ കൂടെ ഷവോമി നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്നൂടെ നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ഷവോമി ശ്രദ്ധിച്ച ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 31 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. നോർമലി നമുക്ക് ഷവോമി നേരത്തെ തന്നുകൊണ്ടിരുന്നത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു വലിയ കാര്യമെന്ന് പറയാൻ അത് ഷവോമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇതിനകത്ത് ഹെഡ്സെറ്റ് വരുന്നില്ല, സി ടൈപ്പാണ് ചാർജിങ് കേബിൾ വരിക. നമുക്ക് നേരെ ഫോണിലേക്ക് വരാം. ഫോണിൻ്റെ ക്വാളിറ്റി, ലുക്ക് നമുക്കൊന്നും പറയാനില്ല. വളരെ പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ പ്രീമിയം എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കളറും സ്വിച്ചിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ മനോഹരമായിട്ട് തന്നെ ഷവോമി അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇവിടെ ബൂട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോൺ സെറ്റപ്പ് ചെയ്യാം. നമ്മൾ മെയിനായിട്ടൊരു ഫോൺ, അതൊരു അൺബോക്സിംഗ് ആയിട്ട് പറയുമല്ലോ, മെയിനായിട്ട് നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഫോൺ ബൂട്ടായി വരുമ്പോൾ ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്തിടണം. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആഡ്സ് വരുന്നത് ഇതുവഴി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫോൺ ഇവിടെ ബൂട്ടായി വന്നിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഷവോമി ഒരു IPS ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഞാനിതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ എല്ലാ റിവ്യൂ, ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതൊരു എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല വിസിബിൾ ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഷവോമി കൊടുത്തേക്കുന്നത്. ഒരു LED നിലവാരത്തിൽ LED ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും ഈ മാർക്കറ്റിലുള്ള മറ്റ് IPS ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി ഇനി കൂടുതലായി പറയാനുള്ളത് ഇതിൻ്റെ പിൻഭാഗമാണ്. പിൻഭാഗത്തെ പറ്റി ഡീറ്റെയിലായി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ്, ഈ സ്റ്റിക്കർ ഒരു കാരണവശാലും ഇതിൽ വെക്കരുത്. ഇത് നമ്മൾ മേടിച്ച അന്ന് തന്നെ ഇത് ഇളക്കി നമ്മുടെ ബോക്സിലോട്ടോ മറ്റോ മാറ്റി ഒട്ടിക്കണം. കാര്യം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ, ഫോൺ ഹീറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് വേറൊരു കളറ് കാലക്രമേണ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ ഒരു വല്ലായ്മ ഫീൽ ചെയ്യും. അതുകൊണ്ട് മേടിച്ച ഉടനെ തന്നെ ഇത് മാറ്റി ബോക്സിലോട്ടോ മറ്റോ ഒന്ന് ഇളക്കി മാറ്റി ഒട്ടിക്കാൻ നന്നായിരിക്കും.
അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഇപ്പോൾ നമ്മൾ കണ്ട ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളുടെയും പോലെ ക്യാമറ ബഡ്ജ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ബാക്ക് ഗ്ലാസ് ആണ്, വളരെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ വരുന്നത് ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു അലൂമിനിയം ആയിട്ടോ ഒരു മെറ്റലായിട്ടോ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് മെറ്റലല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. അതിലൊക്കെ ഷവോമി ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപിറങ്ങിയ ഷവോമി ഫോണുകളിൽ ഈ പൗച്ച് എക്സ്ട്രാ കൊടുത്തേക്കുന്ന പൗച്ച് അത്ര സേഫ് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. കാരണം ക്യാമറ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഈ പൗച്ച് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറ ഒട്ടും ബഡ്ജായിട്ടില്ല, നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ കഴിയുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ ഫീച്ചേഴ്സിലാണെങ്കിലും ഡിസൈനിലാണെങ്കിലും ഒരു ഷവോമി ഒരു ഗെയിം ചേഞ്ചിങ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലേ പറയാക്കത്തുള്ളൂ. അത് ഞാൻ ഉടനെ തന്നെ ഒരു യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഒരു 1 വീക്ക് യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംശയങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാനത് കൃത്യമായി നോക്കി നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതായിരിക്കും എനിക്ക് കഴിയുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നന്ദി.